നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഹെൽത്ത് സപ്ലിമെൻറ്റിനെ പറ്റിയാണ്. നമുക്കറിയാം, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായാലും ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സപ്ലിമെൻറ്റാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ് അഥവാ മീൻ ഗുളിക. നമ്മളിൽ പലരും ഒമേഗ 3 ഫാറ്റി ആസിഡ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ മീൻ ഗുളിക നമുക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? എന്തെല്ലാമാണ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്? ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ ശരീരത്തിൽ ഒമേഗ ഫാറ്റി ആസിഡിൻ്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ സിൽജു മുഹമ്മദ്. ഐ ആം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് എ കൈറോപ്രാക്ടർ. നമുക്ക് ഇവിടെ സുലഭമായി ലഭിക്കുന്ന ചില മത്സ്യങ്ങളിൽ നിന്നുമാണ് മീൻ ഗുളിക ഉൽപ്പാദിപ്പിക്കുന്നത്. അയല, മത്തി, ചൂര, നത്തോലി, ക്രാബ്, ഇത്തരം മത്സ്യങ്ങളുടെ ലിവറിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഒരുതരം ഓയിലാണ് ഇവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. മീൻ ഗുളികയിൽ അടങ്ങിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഫാറ്റി ആസിഡ്, ഒന്ന് DHAയും മറ്റൊന്ന് EPAയുമാണ്. ഇവ രണ്ടും നമ്മുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതും എന്നാൽ ഒട്ടനവധി ഗുണങ്ങളുള്ളവയുമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ നിന്നും വേണം ഇത് ലഭിക്കുവാൻ. അതിനായി മുകളിൽ പറഞ്ഞ തരം മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു വെജിറ്റേറിയനാണ്, അല്ലെങ്കിൽ മീൻ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ ചിലതരം സീഡ് വർഗ്ഗങ്ങളെയും ചില നട്ട്സ് വർഗ്ഗങ്ങളെയും നമുക്കിതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. വാൽനട്ട്, ആൽമണ്ട്, ബദാം, അതുപോലെ തന്നെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതിലെല്ലാം ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒമേഗ 3 ക്യാപ്സ്യൂളിനെ ആശ്രയിച്ചാൽ മതി. മീൻ ഗുളികയ്ക്ക് ഒട്ടനവധി ഹെൽത്ത് ബെനിഫിറ്റുകളുണ്ട്. ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം നമ്മെ സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡുകൾക്ക് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ചീത്ത കൊളസ്ട്രോളായ LDLൻ്റെ അളവ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളായ HDLൻ്റെ അളവ് കൂട്ടുന്നതിനും ഇവയ്ക്ക് സാധിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ബ്രെയിൻ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം നമ്മെ സഹായിക്കുന്നു. നമ്മുടെ മെമ്മറി പവർ കൂടുന്നതിനും അതുപോലെ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി കൂടുന്നതിനും ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഏതൊരു തരം ഇൻഫ്ലമേഷൻസ് കുറയുന്നതിനും ഒമേഗ 3 ഫാറ്റി ആസിഡ് വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ജോയിൻറ്റിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ രക്തക്കുഴലുകളിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ആയിക്കോട്ടെ, ഏതൊരു തരം ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യുന്നതിനും ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മെ സഹായിക്കുന്നു. ഇതിൽ നല്ല രീതിയിൽ വൈറ്റമിൻ Dയും വൈറ്റമിൻ Aയും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ്സിനും നമ്മുടെ കണ്ണുകളുടെ വിഷ്വൽ പവർ കൂടുന്നതിനും അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ തടയുന്നതിനും ഇത് നമ്മളെ സഹായിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ചില സിംറ്റംസ് നമുക്ക് കാണിച്ചു തരും. അതായത് നമ്മുടെ വിരലുകളുടെ നഖങ്ങൾ പൊട്ടിപ്പോവുക, മുടി കൊഴിയുക, അമിതമായ ക്ഷീണം, കണ്ണുകൾ ഡ്രൈ ആവുക. ഇത്തരം സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് ഊഹിക്കാം നമ്മുടെ ശരീരത്തിൽ ഫാറ്റി ആസിഡിൻ്റെ അളവ് വളരെ കുറവാണെന്ന്. ഒമേഗ 3 ഫാറ്റി ആസിഡിന് പറയത്തക്ക സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ ചില ആളുകൾ ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിരന്തരമായി മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും അലർജിയുള്ള ആളുകൾ, ഏതെങ്കിലും മെഡിസിൻ അലർജിയുള്ള ആളുകൾ, ഹൈപ്പർ ടെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾ നല്ലൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.